ശുചിത്വ മിഷനിൽ അനധികൃത സ്ഥിരപ്പെടുത്തൽ. ഡ്രൈവർ, ഡാറ്റ എൻട്രി തസ്തികകളിലെ താൽക്കാലിക ജീവനക്കാർക്കാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സ്ഥിരം നിയമനം നൽകിയത്. ഇവർക്ക് സ്ഥിരം ജീവനക്കാരുടെ ശമ്പള സ്കെയിലും അനുവദിച്ചു നൽകി. ആഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ്. ആഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിംഗ്. അനധികൃത സ്ഥിരപ്പെടുത്തലൊക്കെ നടന്നിരിക്കുന്നു എന്നതാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഇവരെ ഏത് വഴിയിലാണ് സ്ഥിര നിയമനത്തിലേക്ക് കൊണ്ടുവന്നത്? ആരാണ് ഇതിന് ചരട് വലിച്ചത്? സുജി, തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സർക്കാർ പോലും ഈ ഒരു വിവരം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിഷൻ ഡയറക്ടർ തന്നെയാണ് ഈ 2 കരാർ ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. 2005 ഈ ഒരു സംഭവം നടന്നത്. അത് സർക്കാർ ഇതുവരെയും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ 2019 ശമ്പള പരിഷ്കരണം ഇവർക്കും ബാധകമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മിഷൻ ഡയറക്ടർ തന്നെ വീണ്ടും സർക്കാരിലേക്ക് കത്തയച്ചപ്പോഴാണ് ഇവരെ ഇത്തരത്തിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവർക്ക് മറ്റ് സ്റ്റാഫുകൾ, അതായത് പെർമനന്റ് സ്റ്റാഫുകളുടെ സാലറി സ്കെയിലും അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമടക്കം സർക്കാരിന് തന്നെ, തദ്ദേശ വകുപ്പിന് തന്നെ മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഇത് സാധൂകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശ വകുപ്പ് തിരിച്ച് മിഷൻ ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഇത് നടന്നിരിക്കുന്നതെല്ലാം ചട്ടവിരുദ്ധമായാണ്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഇത് നടത്തിയിട്ടുള്ളത്. സർക്കാർ പോലും ഈ ഒരു വിവരം അറിഞ്ഞിരുന്നില്ല. ഇവർക്ക് ശുചിത്വ മിഷനിൽ ഭൂരിഭാഗം ആളുകളും കരാർ ജീവനക്കാരാണ്. അവരെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് മറ്റു വകുപ്പുകൾ കൂടി ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഉത്തരവ്, അതായത് ഈ ഡയറക്ടറുടെ ഉത്തരവ് നിലവിൽ ഉണ്ടാകില്ല എന്ന് കാണിച്ചുകൊണ്ട് റദ്ദാക്കിക്കൊണ്ട് തദ്ദേശ വകുപ്പ് തന്നെ തിരിച്ച് ഒരു കത്തയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ കത്തയച്ചില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഈ 2 ജീവനക്കാർ, അതായത് ഡ്രൈവർ തസ്തികയിലും ഡേറ്റ എൻട്രി തസ്തികയിലുമുള്ള 2 ജീവനക്കാരുടെ സാലറി സ്കെയിൽ അനധികൃതമായി വർദ്ധിപ്പിച്ചതും ഇവർക്ക് അനധികൃതമായി തന്നെ പെർമനന്റ് നിയമനം നൽകിയതും സർക്കാർ പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്രയും വർഷമായി ഇവർ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളമാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ പോലും അറിയാതെ ശുചിത്വ മിഷനിൽ ഒരു ജോലി സ്ഥിരപ്പെടുത്തൽ നടന്നിരിക്കുന്നു. അന്നത്തെ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളതും. സുജിയ, വിവരങ്ങൾ നൽകിയത് ആഷിൻ ഡിയാഗോ ആണ്. ശുചിത്വ മിഷനിലാണ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയത്. അതും സർക്കാർ അറിഞ്ഞില്ല എന്നതാണ് അതിലെ വിചിത്രമായ കാര്യം.